ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മസ്കറ്റിൽ നിന്നും ഷിബി മോൻസിസസ് ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തനിക്ക് പുതിയൊരു ജോലിക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ട്രൈ ചെയ്യുന്നു. ആ ജോലിയിൽ കയറാനുള്ള എല്ലാ വഴികളും ദൈവം തുറക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ആ സ്കൂളിൽ തന്നെയാണ് ഈ വേക്കൻസി നിൽക്കുന്നത്. അത് ദൈവം ഈ ജോലി ഇവർക്ക് കൊടുക്കേണ്ടതിനായിട്ടും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം തൻ്റെ മക്കളും താനും ഒരേ സ്കൂളിൽ തന്നെ കടന്നു പോകാനുള്ള വഴി ദൈവം തുറക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ ഹസ്ബൻഡിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വഴി തുറക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന ചോദിക്കുകയാണ്. എൻ്റെ കൂടെ എത്ര പേർ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ വലിപ്പം വെളിപ്പെടും, ദൈവത്തിൻ്റെ കരം വെളിപ്പെടും, കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിനകത്ത് വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്ന ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളും എൻ്റെ കൂടെ ചേർന്ന് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ അറിയാം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നവരാണ്. കാരണം ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നിങ്ങളും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നമ്മളൊരു വലിയ അത്ഭുതം കാണാൻ പോകുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഷിബിസസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ വിടുതൽ അങ്ങ് അയക്കണമേ അപ്പാ. ഞാൻ ആ ജോലി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം അത് ചെയ്യും. എൻ്റെ ദൈവം ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനാണല്ലോ അപ്പാ. ഈ കുടുംബത്തിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ ആ ജോലി ലഭിക്കുക എന്നുള്ളത്. കർത്താവെ, അതിൻ്റെ മുഴുവൻ തടസ്സങ്ങളെ അങ്ങ് മാറ്റണമേ അപ്പാ. ഹസ്ബൻഡിന് വേണ്ടി അത്ഭുതകരമായ വഴി തുറക്കണമേ അപ്പാ. സ്വർഗത്തിലെ ദൈവം അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഈ വിഷയത്തെ ഏൽപ്പിക്കുന്നപ്പാ. പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. ഈ പ്രിയ സിസ്റ്ററിന് ആ വിടുതൽ, ആ ജോലി അങ്ങ് കൊടുത്തതിനായി സ്തോത്രം. എൻ്റെ കർത്താവ് വാക്ക് മാറാതെ അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ അപ്പാ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വന്നാട്ടെ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയും ദൈവം കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ആ കരുതലിലേക്കാണ് നിങ്ങൾ ഈ അടുത്ത മീറ്റിങ്ങിൽ കയറാൻ പോകുന്നത്. ആ കരുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. ആ കരുതലിന് വേണ്ടി ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് വിഷമിച്ച് നിരാശപ്പെട്ട് ദൈവത്തിൽ നകലില്ല. നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരണം, കർത്താവിൽ ഉറച്ചു നിൽക്കണം. മോശയോട് ചോദിച്ചാൽ മോശ പറയുന്നത് എന്താണെന്നറിയാമോ? ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളണം. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ കാണത്തില്ല. അറിയാം, വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാൻ എത്ര പേർ തയ്യാറാകും? ഉറച്ചു നിൽക്കുന്നവരുടെ ആരാധന കണ്ടാൽ അറിയാം, ഉറച്ചു നിൽക്കുന്നവരുടെ കരമടി കണ്ടാൽ അറിയാം അവർ ദൈവത്തിൻ്റെ കരുതലായിരിക്കും നിൽക്കുന്നത്. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് വരാൻ പറ്റുമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം, ഹല്ലേലൂയ, എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്കൊന്ന് വരണം. 22-ാം അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1-2 വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാം. അതിൻ്റെ ശേഷം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു അരുളി ചെയ്തു. അബ്രഹാമിനോട് അറിയാം, അവിടെ തുടങ്ങുന്ന എങ്ങനെയാണ്? ഹല്ലേലൂയ. അബ്രഹാമിനെ പരീക്ഷിച്ചത്, കരുതുന്ന ദൈവമാണ് അബ്രഹാമിന് ഭയങ്കര ഉറപ്പാണ്. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ഒരു പരീക്ഷ വരികയാണ്. ആ പരീക്ഷയിൽ തനിക്ക് 24 വർഷം കാത്തിരുന്ന മകനെ ഹോമയാഗം കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നവരാണ്. അബ്രഹാം മുമ്പോട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ അറിയാം. ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ബാല്യക്കാരെയും അതിനുള്ള വിറകും, ഹല്ലേലൂയ, തൻ്റെ മകൻ ഇസ്ഹാക്കുമായിട്ടവൻ 3 ദിവസം യാത്ര ചെയ്ത് 4-ാമത്തെ വാക്യം, 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ദൈവം പറഞ്ഞ സ്ഥലം അബ്രഹാം കണ്ടു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരുമിച്ചെൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതിനകത്ത് ഈ പരീക്ഷയിൽ അല്ലെങ്കിൽ ദൈവമക്കൾ തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ വിശ്വാസത്തിൽ ശോധനകളുണ്ട്. നിങ്ങൾ അതിനകത്ത് തികഞ്ഞവരും പിടിച്ചു നിൽക്കുന്നവരും ആകണം.
ഹല്ലേലൂയ. അതിനകത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകളും പ്രൊമോഷനുകളും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു കുഞ്ഞു പഠിക്കുന്നത് പോലെ, എൻ്റെ മകൻ ഇപ്പോൾ 4ാം ക്ലാസ്സിൽ എക്സാം എല്ലാം കഴിഞ്ഞ് അവന് റിസൾട്ടും നല്ല റിസൾട്ടായിരുന്നു. അതിനകത്ത് അവർ വെച്ചിരിക്കുന്ന ഒരു പ്രൊമോഷനാണ് 5ാം ക്ലാസ്. അതിനകത്ത് അവൻ തോറ്റുപോവുകയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ലെങ്കിൽ അവന് പ്രൊമോഷൻ കിട്ടത്തില്ലായിരുന്നു. ഇതേപോലെ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് എന്നെ കേൾക്കുന്നവർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, ജീവിതത്തിനകത്ത് നിൽക്കുന്ന പ്രതികൂലങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ഹല്ലേലൂയ, തടസ്സങ്ങൾ, അതിനകത്തൊക്കെ നീ ദൈവത്തെ ആശ്രയിച്ച് മുമ്പോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് നീ കൈ നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിന്റെ മുമ്പിൽ ചെങ്കടൽ രണ്ടാകും. നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ തുറക്കും. കാരണം എന്താണെന്നറിയാം, നിനക്കൊരു ഉറപ്പുണ്ട്. നീ കടന്നു പോകുന്നത് വലിയവനായ ദൈവത്തിൻ്റെ കൂടെയാണ്. നീ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെയാണ്. നിന്റെ കൂടെ ദൈവമുണ്ട്. ആ വിശ്വാസമുള്ളവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ കാണുന്ന എല്ലാ എതിരുകളുടെ നടുവിലും, ഞങ്ങൾ കാണുന്ന എല്ലാ വിരോധത്തിൻ്റെ നടുവിലും ഞങ്ങൾ മറ്റൊന്നിനെയും നോക്കുന്നില്ല. ഞങ്ങൾ അങ്ങേ നോക്കുകയാണ്. അങ്ങേ നോക്കാത്ത അനുഭവങ്ങളാണ് ഞങ്ങൾ മുങ്ങിപ്പോകുന്നത്. അങ്ങേ നോക്കാത്ത അനുഭവങ്ങളാണ് ഞങ്ങൾ തളർന്നു പോകുന്നത്. പക്ഷേ ഞങ്ങൾ അങ്ങേ നോക്കുകയാണ്. ഞങ്ങൾ അങ്ങേ നോക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയാമോ? ഈ ആരാധനയിൽ വന്നിരിക്കുന്നവർ എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം എതിരുകളുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ചൊന്ന് പറയാമോ? കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെയാണ് നിൽക്കുന്നത്. ഞാൻ അങ്ങയുടെ കൂടെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. കൊല്ലം ചർച്ചിൽ നിൽക്കുന്നവർ മുഴുവൻ, സൂമിൽ നിൽക്കുന്നവർ മുഴുവൻ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് ഞാൻ അങ്ങയുടെ കൂടെ. ആ ഉറപ്പുള്ളവർ മാത്രം ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അബ്രഹാം ഇപ്പോൾ നടക്കുന്നത് ദൈവശബ്ദത്തിനകത്താണ്. വിരോധമാണ് കാര്യങ്ങൾ, സാഹചര്യങ്ങളെല്ലാം എതിരാണ്. പക്ഷേ അബ്രഹാമിന് ഒന്നറിയാം, അവൻ ദൈവശബ്ദത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്നത്തെ ദൂതിനകത്ത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നീ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ പ്രതികൂലത്തിനകത്തും ദൈവശബ്ദം നിന്റെ കൂടെ ഉണ്ടോ? നീ അനുഭവിക്കുന്ന വാക്തത്വം നിന്റെ മേളിലുണ്ടോ? നിന്റെ ചെവിയിൽ കേട്ട ദൈവിക ദൂതുകൾ നിന്റെ കൂടെ ഉണ്ടോ? എങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ എതിരുകളല്ല ജയിക്കാൻ പോകുന്നത്. നിനക്ക് തന്നെയാ ജയം അടുത്ത മണിക്കൂറുകളിൽ വെളിപ്പെടാൻ പോകുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ചോ, കരം ഉയർത്തിയോ, ദൈവത്തെ ഒന്ന് ശക്തിയോടെ സ്തുതിച്ചോണ്ട്, ദൈവത്തെ ഒന്ന് ശക്തിയോടെ സ്തുതിച്ചോണ്ട്. പരിശുദ്ധാത്മാവേ, അകന്നു പോയവരോടല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത്. എന്തെല്ലാം വിരോധമാണെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തെല്ലാം എതിരുകളാണെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, അടുത്ത മണിക്കൂറുകളിൽ എന്തും സംഭവിക്കാം, അടുത്ത മണിക്കൂറുകളിൽ എന്തും നടക്കും. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിനക്ക് ഇതുവരെയും ചിന്തിക്കാൻ പറ്റത്തില്ല ചെങ്കടൽ രണ്ടാകുമെന്നുള്ളത്. പക്ഷെ മോശെ, നിന്റെ കൈ നീട്ടലിൽ നിനക്ക് ഇതുവരെയും തുറക്കാത്തൊരു വഴി. ഞാൻ ഈ പറയുന്ന ദൂതുകളുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ പറയും, പ്രതികൂലങ്ങൾ മാറും, പ്രതിസന്ധികൾ മാറും, നിങ്ങളുടെ ദൈവം മാറത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, ഇന്ന് കാണുന്ന നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത എല്ലാതും വിഷയങ്ങളും മാറും. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഭയങ്കര വഴിയെ തുറക്കും. അടുത്ത വാക്യങ്ങൾ താഴോട്ട് ശ്രദ്ധിച്ചാൽ അറിയാം. ഹല്ലേലൂയ. അബ്രഹാം 5ാമത്തെ വാക്യം, ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കുവിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. കാരണം എന്താ പറയുക, ഒരു വലിയ എതിരാണെങ്കിലും അബ്രഹാമിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 6ാമത്തെ വാക്യം പ്രൊജക്റ്റ് ചെയ്യാമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യണേ. അല്ലെങ്കിൽ 6ാമത്തെ വാക്യം, ഹല്ലേലൂയ. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താനെടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. വിശ്വസിക്കുന്നവർ ആ കര ഉയർത്തിപ്പിടിച്ചു. ആത്മാവിൽ എത്ര പേര് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. യാഗത്തിനുള്ള വിറക് മകന്റെ മേലിലോട്ട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ആ വിറക് ആ മലയിൽ ചുമക്കണമെങ്കിൽ അവൻ പൊടിക്കൊച്ചല്ല. അതാ അതിൻ്റെ ആഴം ഞാൻ പറയാൻ വരുന്നത്. അപ്പനെ അനുസരിക്കുന്ന ഒരു മകനും അപ്പനും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കയറുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര കാര്യങ്ങൾ കാണും. നോർമലി എല്ലാവർക്കും ചിന്തിക്കാം, ആ യാഗത്തിനുള്ള ആട് കയ്യിലില്ല, പക്ഷെ മകൻ്റെ തലയിൽ വിറകുണ്ട്, തീയും കത്തിയും
എങ്കിലും അടുത്ത വാക്യങ്ങളിൽ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ എവിടാ യാഗമൃഗം? പക്ഷെ ദൈവശബ്ദത്തിൽ നടക്കുന്ന അബ്രഹാമിന് ഒന്നേ പറയാനുള്ളൂ, 7-ാമത്തെ വാക്യം, ദൈവം കരുതും. നിങ്ങൾ എത്ര പേർ, ഞാൻ അതിനകത്തോട്ട് ഇന്നത്തെ എൻ്റെ മെസ്സേജിന് മുമ്പേയുള്ള ഭാഗത്തേക്ക് വരികയാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നവർ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ഈ ഹോളിലിരുന്നു? എത്ര പേർക്ക് ഉറപ്പിച്ചെന്ന് പറയാൻ പറ്റും? ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ മകനോട് ഹല്ലേലൂയ അപ്പാ എന്ന് പറഞ്ഞ് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഹല്ലേലൂയ, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു. അറിവുള്ളവനാ. 1, വിറക് ചുമക്കാൻ ആരോഗ്യമുള്ളവൻ. 2, യാഗത്തെക്കുറിച്ച് അറിവുള്ളവൻ. പക്ഷേ അപ്പനെ അതേപോലെ വിശ്വാസം കേട്ടോ. അടുത്ത 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവം തനിക്ക് ഹോമയാഗത്തിനായി ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആഴം, ഈ മെസ്സേജിൻ്റെ തുടക്കമാണ് നിങ്ങളോട് തൊടുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും വിശ്വാസത്തിൽ കരുതുമെന്ന്? അബ്രഹാമെ വ്യക്തമായിട്ട് അറിയാം താൻ പോകുന്ന ഒരു ഭയങ്കര പ്രതികൂലത്തിലൂടാണ്, താൻ പോകുന്നത് ഭയങ്കരമായ ഒരു എതിരിലോട്ടാണ്. പക്ഷെ അതിൻ്റെ മുമ്പിലും തൻ്റെ ഭക്തൻ പറയുക കരുതും. അയ്യോ, നിങ്ങൾ ഈ താടിക്ക് കൈ കൊടുത്തിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കരുതുമെന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ആ പറയുന്നതാണ് നിങ്ങളുടെ നാവിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ കുറേ നേരം കരയാൻ പറഞ്ഞാൽ നിങ്ങൾ കരയും കേട്ടോ, പക്ഷെ പറയാൻ പറഞ്ഞാൽ പറയത്തില്ല. കരച്ചിൽ മുഴുവൻ നിരാശയായിരിക്കും. പക്ഷെ ഈ പുസ്തകം പറയുക, ഉൽപ്പത്തി മുതൽ പറഞ്ഞു നോക്ക്, നീ കണ്ടിരിക്കും. പറഞ്ഞു നോക്ക്. പറയാനാ പാട്, ശത്രു പറയാനാ സമ്മതിക്കാത്തത്. നിങ്ങളുടെ ആ പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ പറ്റുമോ? യോബിനെ പോലെ എൻ്റെ ദൈവത്തെ വിട്ട് ഞാൻ മാറത്തില്ല. ഹല്ലേലൂയ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം എന്നെ തള്ളിയാലും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ മിനിറ്റിൽ ഒന്ന് പറയാൻ പറ്റുന്നവരുണ്ട്? നിങ്ങൾ പറയത്തില്ല, അതെനിക്കറിയാം. എത്ര നിർബന്ധിച്ച് പാസ് പറഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ പറയുമായിരിക്കും. എന്നാലും വീട്ടിൽ ചെന്നിട്ട് പറയും, അയ്യോ എനിക്ക് ഈ ഗതി മാത്രമേ വന്നോളൂ. എൻ്റെ ജീവിതത്തിൽ മക്കളെ നോക്കിയിട്ട് പറയും, ഓ ഇവിടെ അങ്ങ് ജനിച്ചല്ലോ, ഇവിടെ അങ്ങ് ആയല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. ഒരിക്കലും ആ വീട്ടിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു വാക്ക് പറയത്തില്ല. പക്ഷെ അബ്രഹാം ഇത്ര വലിയ എതിരിനകത്തും വിളിച്ചു പറയുക, അവൻ കരുതിക്കൊള്ളും. എത്ര പേർക്ക് കര ഉയർത്തി പിടിച്ചൊന്ന് പറയാൻ പറ്റും? നിങ്ങളുടെ പ്രതിസന്ധി പറയാൻ പറ്റുന്ന എത്ര പേര് വന്നിട്ടുണ്ട്? അവരെ എനിക്ക് കാണുന്നത് ഈ മീറ്റിങ്ങിനകത്ത്. നിങ്ങളുടെ എതിരിനകത്ത് എത്ര പേര് വന്നിട്ടുണ്ട്? നിങ്ങളുടെ വാ കൊണ്ട് അയ്യോ പറയാൻ, കൊല്ലംകാർ പറയാൻ, സൂമിനകത്ത് പറയാൻ വന്നവരുണ്ടോ? ആ എതിരിൻ്റെ നടുവിൽ ദൈവം കരുതും. ദൈവം കരുതുമെന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സൂമിനകത്തൊന്ന് കൈ ഉയർത്തിപ്പിടിച്ച് പറ, എൻ്റെ ദൈവം കരുതും. ഈ പറച്ചിൽ കേൾക്കരുതെന്നാണ് ശത്രു ആഗ്രഹിക്കുന്നത്. ഈ പറച്ചിൽ കേൾക്കരുതെന്നാണ് ശത്രു പറയുന്നത്. നിങ്ങൾ നോക്കേ, അവൻ പറഞ്ഞത് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. അവൻ പറഞ്ഞതാണ് നടക്കുന്നത്. ഒന്നുമില്ലായ്മ. എൻ്റെ ഏറ്റവും വലിയ ആഴം, അബ്രഹാം ഇത് പറയുമ്പോൾ അബ്രഹാം അറിയാം മേളിൽ ആട്ടുകുട്ടി ഉണ്ടെന്ന്? ഉറപ്പുണ്ടോ? അബ്രഹാമിന് ഒരു ഉറപ്പുമില്ല. പക്ഷെ ദൈവത്തെ മുറുകെ പിടിക്കുക. കാരണം അബ്രഹാമിന് അറിയാം ഈ കുഞ്ഞിനെ തന്നവൻ വീണ്ടും തരാൻ ശക്തനാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ മീറ്റിങ്ങിൻ്റെ ആരംഭത്തിൽ കൊല്ലം ചർച്ചയിൽ ഉറങ്ങിയിരിക്കുന്നതിനോടും കൂടെ ഉറപ്പിക്കുക, നിങ്ങളുടെ വാത തുറന്നൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വന്ന വിഷയത്തിൽ അത്ഭുതം നടക്കും. ഒരാൾക്ക് പോലും വിഷയമില്ലേ? വിഷയമുള്ളവരുണ്ടെങ്കിൽ ആ കര ഉയർത്തിപ്പിടിച്ച് 1-2 മിനിറ്റുകൾ ശബ്ദം ഉയർത്തിയെന്ന് പറഞ്ഞേ. 1-2 മിനിറ്റുകൾ ശബ്ദം ഉയർത്തി പറഞ്ഞേ, എൻ്റെ വിഷയത്തിനകത്ത് ദൈവം കൈവിടത്തില്ല. എൻ്റെ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. എൻ്റെ ദൈവത്തിന് അത് കഴിയും. ഞാനത് വിശ്വസിക്കുന്നു. കരുതുന്ന ദൈവത്തെ ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് കാണുന്നത്. കരുതുന്ന ദൈവത്തെ ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് കാണുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നോക്കിയാൽ അവൻ കരുതുന്നവനാണെന്ന് വ്യക്തമാണ്.
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ശ്രദ്ധിച്ചാൽ അവൻ കരുതുന്നത് വ്യക്തമാണ്. ആ കരുതൽ ഇന്ന് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കാണുമെന്ന് പറയുന്ന ഭക്തന്മാരുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് ഒന്ന് 1-2 മിനിറ്റുകൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ. അബ്രഹാം വിശ്വാസത്തിൽ പറഞ്ഞു കേട്ടോ. അബ്രഹാം വിശ്വാസത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ? ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി എന്ന് പറയാൻ പറ്റുമോ? നടക്കും കേട്ടോ. വിശ്വാസത്തിൽ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞേ. വിശ്വാസത്തിൽ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞ്. സൂമിൽ ശ്രദ്ധിക്കുന്നവർ പറഞ്ഞ്. ഇന്ന് നിങ്ങൾ ആ നിൽക്കുന്ന വീട്ടിനകത്തൊന്ന് കൈ ഉയർത്തിപ്പിടിച്ചെന്ന് ഞാൻ സൗഖ്യം കാണും. നമുക്ക് 100 കണക്കിന് മരുന്ന് വേണമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പക്ഷെ കൈ ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് ഞാൻ അത്ഭുതം കാണും. ഓ ഹല്ലേലൂയ. നിങ്ങളൊരു അത്ഭുതമാണെന്നേ. നിങ്ങളൊരു അത്ഭുതമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളൊരു അത്ഭുതമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. കാരണം നിങ്ങൾ അത്ഭുതത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടു നിൽക്കുന്നത്. ഈ അത്ഭുതത്തിന് വിരോധമായ ടെൻഷനാണ് നിന്റെ മേളിൽ വ്യാപരിക്കുമ്പോഴാണ് അവിടെ BP പൊങ്ങുന്നത്. അത്ഭുതത്തിന് വിരോധമായി വ്യാപരിക്കുന്ന ഓവറായ പ്രഷറാണ് നിന്റെ മേളിൽ ഷുഗറിനെ കൊണ്ടുവരുന്നത്, ഡയബറ്റിക്കിനെ കൊണ്ടുവരുന്നത്. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നെ അത്ഭുതവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളൊരു അത്ഭുതമാണെന്ന്, ഞാൻ രഹസ്യമാണ് പറയുന്നത്, നിങ്ങളൊരു അത്ഭുതമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളൊരു അതിശയമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ കരമുയർത്തിപ്പിടിച്ച് പറഞ്ഞു തുടങ്ങുക. നിങ്ങളുടെ മേളിൽ തല മുതൽ പാദം വരെ എന്തോ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മിനിറ്റിൽ. കാരണം നിങ്ങൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും തുറക്കാത്ത അവസരങ്ങൾ തുറക്കും. ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന മോശ വിളിച്ച് പറയാം, നിങ്ങൾ പതറരുത്, കുലുങ്ങരുത്, ഉറച്ചു നിൽക്കുക. ഇന്ന് ഇതുവരെയും തുറക്കാത്തൊരു വഴി തുറക്കും. പറഞ്ഞതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ വാ കൊണ്ട് പറയാൻ പറ്റും, ഞാൻ സൗഖ്യമാകാൻ പോയ വാസ? ഞാൻ നിങ്ങളോട് വിളിച്ച് പറയും, നിങ്ങൾ ഇവിടെ നിന്ന് ഒരു 25 പ്രാവശ്യം പറഞ്ഞിട്ട് പോയി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴും പറയണം, അവിടെ ചെന്ന് പോയി നടക്കത്തില്ലെന്ന് പറയരുത്. നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ അകത്ത് രോഗം കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ വീട്ടിനകത്ത് അത്ഭുതം നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പറയുന്നതനുസരിച്ച് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്നതിന് മേളിൽ എന്തോ ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ. യേസ്, അവൻ ചന്ദ്രനോട് പറഞ്ഞു, അവൻ സൂര്യനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. പറയാൻ പറ്റുമെങ്കിൽ നിന്റെ വീട്ടിൽ ഇന്ന് എന്തോ കീഴടങ്ങാൻ പോകുകയാണ്. ശബദൽ ഘടക സന്ദൽ ഘടക ശബാധര ഘടക സന്ദരാജനാദിയ. യെസ്, ഈ എതിരുകൾ അനുഭവിക്കുന്നതിന്റെ അടുത്തും പറയണം കേട്ടോ. എതിരുകൾ അനുഭവിക്കുന്നിടത്തും പറയണം. ദാവീദ് ഗോലിയാത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതിന് മുമ്പേ അവന്റെ ജ്യേഷ്ഠൻ അവനോട് വിരോധം പറഞ്ഞു, ഡിസ്കറേജ് ചെയ്തു. ഞാൻ രഹസ്യം പറയട്ടെ, ഈ രഹസ്യം സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കണം. നീ വിടുതലിന്റെ അടുക്കൽ വന്നു എന്നതിന്റെ അടയാളമാണ് നീ കേട്ട രഹസ്യ, ആ എതിർപ്പ്, ആ നെഗറ്റീവ്, ആ കണ്ട തടസ്സം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ നിശ്ചയമായി ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഈ മതിൽ ഞാൻ ഒതുങ്ങത്തില്ല. മതിൽ ദാവീദിന് പിടികിട്ടി അവനെ മുമ്പോട്ട് വിടാത്തതാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആരോടൊക്കെ ഞാൻ രഹസ്യം വിളിച്ചു പറയുന്നു, നിന്നെ കരയിപ്പിച്ച് അതിലേക്ക് നടത്താത്ത രീതിയിൽ നിന്നെ പിന്നിലോട്ട് പിടിപ്പിക്കുന്നതിൻ്റെ ആഴം നിനക്ക് മുമ്പിൽ എന്തോ ഒരു വിടുതൽ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ആ എതിരിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണോ? ഈ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം ശ്രദ്ധിക്കാമെങ്കിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കയറി അങ്ങോട്ട് പോകുന്ന സമയത്ത് 3 ദിവസം വെള്ളം കിട്ടിയില്ല. അവർ മുഴുവൻ അങ്ങ് ഡിസ്കറേജായി നിരാശപ്പെട്ട് ഇപ്പം മാറായുടെ അടുക്കൽ വന്നു. ഈ മാറായുടെ അടുക്കൽ വന്ന് വെള്ളം കണ്ടു. അവർ കുടിക്കാൻ നോക്കി ഭയങ്കര കയ്പായി പോയി. വെള്ളം കണ്ടപ്പോൾ അവർ ചിന്തിച്ചത് കുഴപ്പമില്ല, കുടിക്കാന്നൊക്കെയാണ് ചിന്തിച്ചത്. കുടിക്കാൻ നോക്കുമ്പോൾ കയ്പായി. ഉടനെ നിരാശയും എതിർപ്പുകൾ വരുന്നത്. മോശയ്ക്ക് ഒരു കാര്യം ഉറപ്പാ, ഈ എതിർപ്പും ഈ നിരാശയും കയ്പും വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് എന്തോ സംഭവിക്കാനുണ്ട്. മോശയോട് ദൈവം വ്യക്തമായി പറഞ്ഞു, ആ സ്ഥലത്ത് ഒരു വൃക്ഷം ഞാൻ നട്ടിട്ടുണ്ട്. ആ വൃക്ഷം മാറയുടെ പേര് മാറ്റുന്ന മധുരമാക്കുന്ന സ്ഥലമാ. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ ആ കര ഉയർത്തിപ്പിടിച്ച് പറയാം, നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ കണ്ട എതിരുകൾ, നീ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം കണ്ട എതിരുകൾ നിനക്ക് വിശ്വസിക്കാമെങ്കിൽ ദൈവം അതിൻ്റെ നടുവിൽ ഒരു കരുതൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ ഒരു കരുതൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അറിയാം, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ
ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന അടുത്ത ഏതോ മിനിറ്റിൽ അത് നിന്റെ കൺമുമ്പിൽ നീ പറയുന്നതിൻ്റെ നടുവിൽ വെളിപ്പെട്ട് വരും. അതിൻ്റെ ഏതോ അടുത്ത മണിക്കൂറിൽ നിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരും. പറയാൻ ആരെങ്കിലും ഉണ്ടോ? പറയാൻ ആരെങ്കിലും ഉണ്ടോ? പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഉറപ്പിച്ച് പറയണം. ഓക്കെ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. പക്ഷെ വല ഇറക്കുന്നതിന് മുമ്പേ പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ ഇറക്കുക. പറഞ്ഞുകൊണ്ടാണ് ഇറക്കുന്നത്. പത്രോസ് പറഞ്ഞു, എൻ്റെ വാക്കിലല്ല, അത്ഭുതവാന്റെ വാക്കിനകത്ത് ഞാൻ ഇറക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഞാൻ വീണ്ടും വിളിച്ചു പറയുന്ന ഏത് അത്ഭുതങ്ങൾ നടക്കുന്നതിന് മുമ്പേയും അതിൻ്റെ മുമ്പിൽ ഒരു ശബ്ദം വെളിപ്പെട്ടിട്ടുണ്ട്. യേശുവിന് അത് ഭയങ്കരമായി അറിയാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ശ്രദ്ധിച്ചാൽ ലാസറിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ശ്രദ്ധിച്ചു നോക്ക്. അഴുകി പുഴുകിയ ലാസറിന്റെ കല്ലറയിൽ നിന്ന് യേശു വിളിച്ചു പറഞ്ഞു, ലാസറേ. പറച്ചില്ല ജീവൻ കൊണ്ടുവരുന്നത്. വിശ്വസിക്കുന്ന ഒരു കര ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പറയാമോ? നിങ്ങൾ പറയാത്തതും നിങ്ങൾ കരയുന്നതും നിങ്ങൾ അറിയാം നിരാശപ്പെടുന്നതും വിരോധങ്ങൾ കണ്ടിട്ടാണ്. ശത്രു വായടപ്പിച്ചതുപോലെ വെച്ചിരിക്കുന്നതും വിരോധങ്ങൾ കണ്ടിട്ടാണ്. പക്ഷെ നീ വിശ്വസിക്കാമെങ്കിൽ ഒരുമിച്ച് എന്നോട് പറ. അറിയാം, പറയേണ്ടത് ഒന്നുകൂടെ കയറി ശത്രു വിറയ്ക്കുന്ന രീതിയിൽ പറയണം. ദൈവമാ വിളിച്ചെങ്കിൽ, ദൈവമാ വിളിച്ചെങ്കിൽ. ഏത് പേടിക്കാത്തവനും പേടിക്കും. വിശ്വസിക്കുന്ന ഒരു കര ഉയർത്തിപ്പിടിക്കൂ. 39 ദിവസങ്ങൾ കാടിനെ നടുക്കുന്നത് പോലെ ഇസ്രായേൽ മക്കളെ മുഴുവൻ ദാവീദ് ഗോലിയാത്ത് വിറപ്പിച്ചിട്ടുണ്ട്. ഗോലിയാത്ത് വിറപ്പിക്കുകയാണ് 39 ദിവസം. നിങ്ങൾ നോക്കേ, ആ നിലയിൽ നിൽക്കുമ്പോഴാണ് ദാവീദും ആ ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശമൂവേലിലേക്ക് ഒന്ന് ഓടി വരണം. ഒന്ന് ശമൂവേൽ 17 ഈ ഭാഗം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മേളിൽ ഈ അധ്യായത്തിൽ എത്ര കാര്യങ്ങളാണ് ദൈവം എന്നോട് സംസാരിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. അതിൻ്റെ 23-ാമത്തെ വാക്യം, അവൻ അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഗത്തിനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യൻ, ഹല്ലേലൂയ, ഫെലിസ്ത്യരുടെ നിരകളിൽ മുമ്പോട്ടും അറിയാം, ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന മുമ്പത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അടുത്ത 24-ാമത്തെ വാക്യം പ്രൊജക്ട് ചെയ്യുമോ? അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു അവന്റെ മുമ്പിൽ നിന്ന് ഓടി. നിങ്ങൾ നോക്കേ, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. ഇതാ ഗോലിയാത്തിനെ കണ്ട് അവന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന സമയത്ത് ഇസ്രായേൽ എല്ലാം പേടിച്ച് നിൽക്കുക. കാരണം എല്ലാവരും ഭയപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ വിരോധങ്ങൾ നിങ്ങളുടെ ഭയത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിൻ്റെ നടുവിൽ പ്രതികരിക്കാൻ ആരെങ്കിലും എഴുന്നേറ്റാൻ, ഈ ബൈബിളിന്റെ ആഴമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഈ ആരാധനയ്ക്ക് വരുന്നതിന് നിങ്ങൾക്ക് വിരോധങ്ങൾ കാണാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എതിരുകൾ, ദൈവത്തെ വിളിക്കുന്നതിനകത്ത് എതിരുകൾ കാണാം. അതിനകത്ത് ശത്രു ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒതുങ്ങണമെന്നാണ്, നിങ്ങൾ പരാജയപ്പെടണമെന്നാണ്. പക്ഷെ ദാവീദിന്റെ സൈൻ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. ദാവീദ് അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കെങ്കിൽ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം, എന്നാൽ ഇസ്രായേലിയർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിലോ ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടെ, അപ്പോൾ ദാവീദ് തന്നെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്നു ഇസ്രായേലിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നവന് എന്ത് കൊടുക്കും? നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കര ഉയർത്തിപ്പിടിച്ചു. ഈ എതിർപ്പുകളുടെ നടുവിൽ, രഹസ്യമാകട്ടോ ഈ പറയുന്നേ, എതിർപ്പുകളുടെ നടുവിൽ നിങ്ങളൊന്ന് പ്രതികരിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ നടുവിൽ വെളിപ്പെടുന്ന നന്മകളാണ് അനുഗ്രഹം എന്നുള്ളത്. ആ അനുഗ്രഹത്തിനകത്ത് സമ്പത്തുണ്ട്, ആ അനുഗ്രഹത്തിനകത്ത് സൗഭാഗ്യങ്ങളുണ്ട്, ആ അനുഗ്രഹത്തിനകത്ത് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഉയർച്ചകളുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ, ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആഴം, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ വിരോധങ്ങളുടെ നടുവിൽ നിങ്ങൾ യേശുവിനെ മുറുകെ പിടിച്ചൊന്ന് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞങ്ങൾ എറണാകുളത്ത് മോൻ്റെ കൂടെ താമസിക്കാൻ വന്നപ്പോൾ എനിക്ക് നേരത്തെ 2-3 വർഷം മുമ്പ് ഞാൻ ബ്രദറിൻ്റെ അടുത്ത്
മോന് ഞായറാഴ്ച ദിവസം ചർച്ചിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും മോന് പോകാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വിശ്വാസമായി. ഇപ്പോൾ ഞാൻ മോന് UK പോകണമെന്ന് പറഞ്ഞിരുന്നത് അത് ഭയങ്കര തടസ്സമായിരുന്നു. പിന്നെ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ബ്രദർ പറഞ്ഞൊരു 3 മാസം നിങ്ങൾ മുടങ്ങാതെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 മാസം മുടങ്ങാതെ വന്നു. മോന് UK മാൾട്ടയിൽ പോകാനുള്ള വഴികൾ തുറന്നു. ജോലി ഈ ആഴ്ച കിട്ടും, അതിനൊരു കാർഡ് കിട്ടണം, അതോടെ ജോലി കയറും. എല്ലാം ദൈവത്തിൻ്റെ സഹായമാണ്. ഇവിടെ വന്ന് ബ്രദർ പ്രാർത്ഥിച്ചതിൻ്റെ കുടുംബമായിട്ട് എല്ലാവരെയും നന്ദി പറഞ്ഞുകൊണ്ടും കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്ന് ആ മകൻ മാൾട്ടയിലെത്തി. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി പിടിച്ചോണ്ടെന്ന് പറഞ്ഞു. നമ്മളിവിടെ ഞാൻ നന്ദി പറയിച്ചെന്നാണ് അറിയാം. ഇത്രയും ലേറ്റായിട്ടും എനിക്ക് ഭയങ്കര ഉറപ്പാണ്, ഈ വരുന്ന ചൊവ്വാഴ്ചക്കുള്ളിൽ ആ മകൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര അത്ഭുതം കർത്താവ് ചെയ്യും. പ്രിയരെ, എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര തകർന്നിരിക്കുന്ന അനുഭവത്തിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിക്കും. ഒരുമിച്ച് എൻ്റെ കൂടെ കണ്ണുകൾ അടച്ചാട്ടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നതിനെ മുഴുവൻ പണിയുകയും അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ദൈവം, പത്മോസിൽ സ്വർഗം തുറക്കാൻ കഴിയുന്ന ദൈവം, പത്മോസിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയുന്ന ദൈവം, പത്മോസിൽ തീർന്നെന്ന് ഡൊമീഷ്യൻ ചക്രവർത്തി പറഞ്ഞതിൻ്റെ നടുവിൽ ഒരു വെളിപ്പാടിൻ്റെ മണ്ഡലത്തെ തുറക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അങ്ങയുടെ അത്ഭുതകരം അങ്ങ് വെളിപ്പെടുത്തുകയാണ്. അങ്ങയുടെ സാന്നിധ്യം ഓരോ മക്കളുടെ മേളിലും വെളിപ്പെടുന്നല്ലോപ്പാ. ഞാൻ വിശ്വാസ കണ്ണിൽ കണ്ടു പ്രാർത്ഥിക്കുന്നു. ചിലവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുകയാണ്. ജീവിതത്തിനകത്ത് എങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞ, ഇനി വഴിയില്ലെന്ന് പറഞ്ഞ് രോഗക്കിടക്കയിൽ കിടക്കുന്നവരുടെ മേളിൽ ഇപ്പോൾ ആണിപ്പാടുള്ള കാര്യം വരികയാണ്. അവർ സൗഖ്യമാകുന്നത് എനിക്ക് കാണാം. കർത്താവെ, ഞാൻ വിശ്വാസ കണ്ണിൽ കണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ദൈവം ചിലവരെ ഇപ്പോൾ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിനായിട്ട്. കർത്താവെ, എൻ്റെ കൂടെ പൂർണ്ണമായി പ്രാർത്ഥിക്കുന്ന ചിലവരുടെ വിവാഹത്തിൻ്റെ വഴികൾ തുറക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളുടെ കണ്ണുനീരിൻ്റെ സീസൺ തീരുകയാണ്. ദൈവം പുത്തനായി ചിലത് അവർക്ക് വേണ്ടി ചെയ്യുന്നു. കർത്താവെ, തകർന്നതിൻ്റെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ഇവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നല്ലോ അപ്പാ. അങ്ങയുടെ മഹത്വം ചലിക്കട്ടെ, അങ്ങയുടെ കരം ചലിക്കട്ടെ അപ്പാ. ഞാൻ വിശ്വാസ കണ്ണിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് പുതിയത് വെളിപ്പെടണമേ അപ്പാ. ഇവരുടെ ജീവിതത്തിനകത്ത് നന്മകൾ വെളിപ്പെടണമേ അപ്പാ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ അപ്പാ. പൂർണ്ണമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാകട്ടെ അപ്പാ. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാകട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മക്കൾ വിടുതൽ പ്രാപിക്കണമേ അപ്പാ. ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് വിസായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടപ്പാ. ഇംഗ്ലീഷ് എക്സാം കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ടപ്പാ. കർത്താവെ, അവർക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ പുതിയതൊന്നും ചെയ്യാൻ പോകുന്നതിനായിട്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കുകയാണ്. ഇവർ അത്ഭുതങ്ങളെ കാണാൻ പോകുന്നു. കർത്താവെ, ഇന്ന് ചില കുടുംബങ്ങൾ തലമുറയില്ലാതെ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും എന്തെല്ലാം ചെയ്തിട്ടും അവർ ശാപത്തിൻ്റെ കീഴിൽ കിടക്കുന്ന പോലെ കിടക്കുന്നു. അവരുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കുന്നതിനായി നന്ദി. യേശുവേ, ഇവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടെ വേഗത്തിൽ ഈ കാണുന്ന നമ്പറുകളിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വഴികൾ തുറക്കും. നിങ്ങൾ ഇന്ന് അസാധ്യതകളല്ല കാണേണ്ടത്, ആ സാധ്യതയുടെ നടുവിൽ സാധ്യതകൾ കാണാൻ തയ്യാറാകണം. കാരണം എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭയങ്കര വഴി ഇപ്പോൾ തുറക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഒന്നുകൂടെ ആഴം വിളിച്ച് പറയുന്നു, നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ നമ്പറുകൾക്ക് വിളിച്ചാട്ടെ. എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. ഇന്ത്യൻ സമയം 6 മണിക്ക്. അതിനകത്തേക്ക് നേരിട്ട് കടന്നു വരികയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും ചെയ്യാൻ കഴിയും. നിങ്ങൾ വേഗത്തിൽ കോൺടാക്റ്റ് ചെയ്താട്ടെ. അതേപോലെ തന്നെ യൂട്യൂബും ഫേസ്ബുക്കിലേക്കും നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി ആരെങ്കിലും കരം നീട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്കും അത് നിശ്ചയമായും അനുഗ്രഹമായി തീരും. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.